അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉഹദിൻ്റെ രണാങ്കണമാണ് രംഗം. അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ പാറുന്നുണ്ട്. വാളുകൾ തമ്മിൽ കൂട്ടിയുരയുന്ന ശബ്ദം ഉയർന്നു കേൾക്കാം. വിഷം പുരട്ടിയ ഒരു കുന്തം നാഭിയിലൂടെ കയറി കാലിനിടയിലൂടെ പുറത്തേക്ക് വന്ന് അടിതെറ്റി വീണുകിടക്കുകയാണ്. അസദുല്ല, അള്ളാഹുവിൻ്റെ സിംഹം എന്നറിയപ്പെട്ട ഹസ്രത്ത് ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ പോർക്കളത്തിൽ പതിയിരുന്ന് ചതിച്ചു കൊന്ന ആ വ്യക്തിയെ നമുക്കെല്ലാം അറിയാം. വഹ്ഷി ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. വഹ്ഷിയുടെ കണ്ണിലൂടെ ഈ ചരിത്ര സംഭവത്തെ നോക്കിക്കാണാൻ ശ്രമിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. വഹ്ഷി റളിയല്ലാഹു അൻഹു എന്തിനു വേണ്ടിയാകും ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത്? ഏതെങ്കിലും ഒരു വൈരാഗ്യമോ മതവിരോധമോ ഒന്നുമായിരുന്നില്ല കാരണം. ജനനം മുതൽ താൻ അനുഭവിച്ചുകൊണ്ടിരുന്ന അടിമത്വം എന്ന അടിമത്തത്തിൽ നിന്ന് ഒരു മോചനം, ഇനിയുള്ള കാലം സ്വതന്ത്രനായി ജീവിക്കാമെന്ന് അദ്ദേഹത്തിന് വാഗ്ദാനം നൽകപ്പെട്ടപ്പോൾ അദ്ദേഹം അതിനുവേണ്ടി ചെയ്തു പോയതാണ് ഈ ക്രൂരകൃത്യം. കാലം കടന്നുപോയി. മക്കം ഫത്ഹ് സംഭവിച്ചു. ഇസ്ലാം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് വഹ്ഷി കേൾക്കുന്നത്, ഇസ്ലാം പുലുകിയാൽ തനിക്കും ചെയ്ത പാതകങ്ങളെല്ലാം പൊറുക്കപ്പെടും, തനിക്കും ഒരു രക്ഷയുണ്ട് എന്ന്. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാതെ സ്നേഹിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത പിതൃവ്യനായ യോദ്ധാവായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന എനിക്ക് നാഥൻ പുറത്തു തരുമോ എന്ന ഒരാശങ്ക അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം മദീനയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. നാഥൻ അവൻ്റെ പാപങ്ങളെല്ലാം തന്നെ പുറത്തു കൊടുക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചക്കരളുള്ള ഒരു മനുഷ്യനായിരുന്നല്ലോ. വഹ്ഷിയോട് അവിടുന്ന് നിറകണ്ണുകളോടെ പറയുന്നുണ്ട്, കഴിയുമെങ്കിൽ എൻ്റെ മുമ്പിൽ നീ വരാതിരിക്കണം വഹ്ഷി, കാരണം നിന്നെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ഹംസയെ ഓർമ്മ വരുമെന്ന്. വഹ്ഷി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് സകലതും പൊറുക്കപ്പെട്ടതോട് വെറുതെ ഇരിക്കുകയല്ല ചെയ്തത്. പിന്നീട് നാം അദ്ദേഹത്തെ കാണുന്നത് ഹംസയെ കൊല്ലാൻ ഉപയോഗിച്ച അതേ കുന്തം ഉപയോഗിച്ച് യമാമ യുദ്ധത്തിൽ മുസൈലിമത്തുൽ കദ്ദാബ് ലഅനത്തുല്ലാഹി അലൈഹി അവനെ വകവരുത്തുന്നതായിട്ടാണ്. സുബ്ഹാനല്ലാഹ്. വഹ്ഷി ഒരിക്കൽ പറയുന്നുണ്ട്, ഞാൻ കുഫ്റിലായിരുന്നപ്പോൾ ഏറ്റവും നല്ല ഒരു മനുഷ്യനെ കൊന്നു, ഞാൻ ഇസ്ലാമിൽ വന്നപ്പോൾ ഏറ്റവും മോശപ്പെട്ട ഒരാളെയും കൊന്നുവെന്ന്. അതെ, യഥാർത്ഥ തൗബ നമ്മെ കൂടുതൽ നന്മകളിലേക്ക് മുന്നേറാൻ പ്രേരിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കും യഥാർത്ഥ രൂപത്തിൽ തൗബ ചെയ്യാനും നാഥനിലേക്ക് കൂടുതൽ നന്മകൾ ചെയ്ത് മുന്നേറാനും സാധിക്കട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.